BCLA സെക്കൻഡ് സെമസ്റ്റർ SECയിലെ ഡാറ്റ അനാലിസിസ് യൂസിങ് സ്പ്രെഡ്ഷീറ്റ് എന്ന പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ എക്സൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ BCLA ഫസ്റ്റ് സെമസ്റ്ററിലെ SECയിൽ നമുക്കൊരു പേപ്പർ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓട്ടോമേഷൻ. ആ ഒരു പേപ്പറിൽ ഒരു മൊഡ്യൂളായിരുന്നു നമുക്ക് സ്പ്രെഡ്ഷീറ്റ് അതല്ലെങ്കിൽ എക്സൽ. സോ നമ്മൾ ഓൾറെഡി ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇതേക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡീപ്പായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പേപ്പറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് സിലബസ് എന്ന് നോക്കാം. മൊഡ്യൂൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റ് എന്താണ്, എക്സൽ എന്താണ്, അങ്ങനത്തെ കുറച്ച് ചെറിയ കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിലുള്ളത്. ഓൾറെഡി നമുക്ക് അറിയാം. യൂണിറ്റ് 1 ഓവർവ്യൂ ഓഫ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് എക്സൽ, ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ്. Basic spreadsheet navigation and interface. Unit 2 entering and formatting data, data types and cell formatting, sorting and filtering data. Unit 3 arithmetic operations and basic formulas, common functions, sum, average, min, max, count. Unit 4 text functions, concatenate, left, right, mid, text, date and time functions. ഓൾറെഡി ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്പ്രെഡ്ഷീറ്റ് എന്താണ്, അതുപോലെ തന്നെ എക്സൽ എന്താണ്, സെൽ എന്താണ്, സെല്ലിൽ ഡാറ്റാസ് എൻ്റർ ചെയ്യുന്നത്, ഫോർമാറ്റ് ചെയ്യുന്നത്, ആ ഒരു ടൈപ്സ്. ദെൻ അരിതമെറ്റിക് ഓപ്പറേഷൻസ്, ബേസിക് ഫോർമുലാസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡീപ്പായിട്ട് ഇനിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 2 എന്താണെന്ന് നോക്കാം. മൊഡ്യൂൾ 2 ഡാറ്റ ക്ലീനിങ് ആൻഡ് വിഷ്വലൈസേഷൻ. യൂണിറ്റ് 5 ലോജിക്കൽ ഫങ്ഷൻസ്, ഇഫ്, and, or, not, if error, ifs, switch, lookup and reference functions, VLOOKUP, HLOOKUP, index, match. Unit 6 financial functions, NPV, IRR, PMT, array formulas, sum product, sum, if, average, transpose, array multiplication, filter, etc. ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു പേരൊക്കെ നമ്മുടെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഫെമിലിയർ ആയിരിക്കും. NPV, IRR എന്താണെന്നൊക്കെ. സയൻസിലുള്ളവർ ചിലപ്പോൾ പുതിയ വേർഡ് ആയിരിക്കും ഈ ഒരു NPV, IRR, PMT ഒക്കെ. യൂണിറ്റ് 7ലാണെങ്കിൽ ഹാൻഡ്ലിംഗ് മിസ്സിംഗ് വാല്യൂസ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്സ്, ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സ്, X2 column, merging cells. Unit 8 using advanced text functions for data cleaning, data validation rules and error checking. Unit 9 creating and customizing charts, bar, line, pie, scatter, histogram, conditional formatting for data visualization. ബാർസിനെ കുറിച്ചും അല്ലെങ്കിൽ ചാർട്ടിനെ കുറിച്ചും നമ്മൾ ഓൾറെഡി ടേബിൾസിനെ കുറിച്ചും ചാർട്ടിനെ കുറിച്ചും ചെറിയൊരു ധാരണ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ആ ഒരു പേപ്പറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ മൊഡ്യൂൾ 3 എന്താണെന്ന് നോക്കാം. Pivot tables and pivot charts. Unit 10 spark lines and data bars, advanced chart techniques, combination charts, dual axis charts. Unit 11 ആണെങ്കിൽ creating and configuring pivot tables, grouping and summarizing data in pivot tables. Unit 12 creating and summarizing pivot charts. Unit 13 using slices and timeline for interactive analysis. Unit 4 നോക്കിക്കഴിഞ്ഞാൽ data analysis techniques. Unit 14 descriptive statistics, mean, median, mode, standard deviation, etc. Unit 15 correlation and regression analysis with example, data analysis tools, solver, analysis tool pack, etc. Unit 16 scenario analysis and what if analysis, goal seek, data tables, scenario manager. goal seek ഒക്കെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നോക്കിയിട്ടുള്ളതായിരുന്നു. Unit 17 introduction to DAX, data analysis expression for complex calculations. Then നമ്മൾ ലാസ്റ്റ് മൊഡ്യൂൾ 5 പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. മൊഡ്യൂൾ 4 വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ശേഷം പ്രാക്ടിക്കലിലേക്ക് കടക്കുന്നതായിരിക്കും, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലേക്ക് കടക്കുന്നതായിരിക്കും.